ഒരു കാലത്ത് ദക്ഷിണേന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട നടി. ഒരു പാട്ട് മാത്രം മതി തിയേറ്ററുകൾ നിറയാൻ. പക്ഷേ ക്യാമറയ്ക്ക് പിന്നിലെ ജീവിതം അത്ര തിളക്കമുള്ളതായിരുന്നില്ല. എന്തുകൊണ്ടാണ് സിൽക്ക് സ്മിത ഇത്രയും പ്രശസ്തിയായത്? എന്തായിരുന്നു അവരുടെ യഥാർത്ഥ ജീവിതം? ഇന്ന് നമുക്ക് ആ ജീവിതകഥ അറിയാം. സിൽക്ക് സ്മിതയുടെ യഥാർത്ഥ പേര് വിജയലക്ഷ്മി വട്ടലപ്പാടി എന്നാണ്. 1960 ഡിസംബർ 2 ആന്ധ്രാപ്രദേശിലെ എലൂരു പ്രദേശത്താണ് ജനനം. സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള കുടുംബമായതിനാൽ പഠനം വളരെ ചെറുപ്പത്തിൽ തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നു. ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിച്ചെങ്കിലും ആ ബന്ധം നീണ്ടു നിന്നില്ല. പിന്നീട് അവർ ചെന്നൈയിലേക്ക് എത്തി സിനിമാ രംഗത്ത് അവസരങ്ങൾ തേടാൻ തുടങ്ങി. ആദ്യം ചെറിയ ജോലിക്കുള്ളിലൂടെയായിരുന്നു സിനിമയിലേക്കുള്ള പ്രവേശനം. 1979 പുറത്തിറങ്ങിയ തമിഴ് ചിത്രം വണ്ടിച്ചക്രത്തിലാണ് സിൽക്ക് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ആ കഥാപാത്രം വൻ വിജയമായതോടെ എല്ലാവരും സിൽക്ക് സ്മിത എന്ന് വിളിക്കാൻ തുടങ്ങി. പിന്നീട് തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിലായി 100 കണക്കിലേറെ സിനിമകൾ അഭിനയിച്ചു. 1980കളിൽ ഏറ്റവും തിരക്കേറിയ നടിമാരിൽ ഒരാളായി മാറി. സിൽക്ക് സ്മിത നിരവധി മലയാള സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. അക്കാലത്ത് ഒരു സിനിമയിൽ സിൽക്ക് സ്മിത ഉണ്ടെങ്കിൽ അത് പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുമെന്നായിരുന്നു സിനിമാ ലോകത്തിന്റെ വിശ്വാസം. വലിയ വിജയങ്ങൾ നേടിയെങ്കിലും വ്യക്തിജീവിതത്തിൽ അവർ പല വെല്ലുവിളികളും നേരിട്ടു. സാമ്പത്തിക പ്രശ്നങ്ങളും കരിയറിലെ മാറ്റങ്ങളും ജീവിതത്തെ ബാധിച്ചു. സിനിമാ നിർമ്മാണത്തിലും അവർ ശ്രമിച്ചെങ്കിലും അതിൽ വലിയ വിജയം നേടാനായില്ല. പ്രശസ്തിയുടെ പിന്നിലും ഒരുപാട് സമ്മർദ്ദങ്ങളും ഏകാന്തതയും അവർ അനുഭവിച്ചിരുന്നുവെന്ന് പിന്നീട് പലരും പറഞ്ഞിട്ടുണ്ട്. നിരവധി സിനിമാ വ്യക്തികളുമായി അവരെ ബന്ധപ്പെടുത്തി ഗോസിപ്പുകൾ വന്നിരുന്നു. എന്നാൽ അവയിൽ മിക്കതിനും വിശ്വസനീയമായ തെളിവുകളും അവരുടെ സ്വയം സ്ഥിരീകരണമോ ഇല്ലായിരുന്നു. അതിനാൽ ഏതെങ്കിലും നടനുമായോ നിർമ്മാതാവുമായോ അവർ പ്രണയത്തിലായിരുന്നുവെന്നും വസ്തുതമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. സിൽക്ക് സ്മിതയുടെ വ്യക്തിജീവിതത്തെക്കുറിച്ച് വർഷങ്ങളായ പല അഭ്യൂഹങ്ങളും പ്രചരിച്ചിട്ടുണ്ടെങ്കിലും അവയിൽ പലതും ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അതിനാൽ അവരുടെ ബന്ധങ്ങളെക്കുറിച്ച് ഉറപ്പായ വിവരങ്ങൾ വളരെ പരിമിതമാണ്. 1996 സെപ്റ്റംബർ 23 ചെന്നൈയിലെ വസതിയിൽ സിൽക്ക് സ്മിത മരിച്ച നിലയിൽ കണ്ടെത്തപ്പെട്ടു. ഔദ്യോഗിക അന്വേഷണത്തിൽ ഇത് ആത്മഹത്യയാണ് എന്ന് രേഖപ്പെടുത്തിയത്. അവരുടെ മരണത്തെക്കുറിച്ച് പല അഭ്യൂഹങ്ങളും പ്രചരിച്ചിട്ടുണ്ടെങ്കിലും അവയിൽ പലതിനും വ്യക്തമായ തെളിവുകളില്ല. അതിനാൽ സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങൾ മാത്രം പരിഗണിക്കുന്നതാണ് ഉചിതം. സിൽക്ക് സ്മിത എന്ന് ജീവിച്ചിരിപ്പില്ലെങ്കിലും ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ അവർ ഇന്നും ഓർമ്മിപ്പിക്കപ്പെടുന്ന ഒരു പേരാണ്. അവരുടെ ജീവിതത്തെ ആസ്പദമാക്കി പിന്നീട് സിനിമകളും ഡോക്യുമെന്ററികളും പുറത്തിറങ്ങിയിരുന്നു. വെറും ഗ്ലാമർ താരം എന്നതിലുപരി നിരവധി വെല്ലുവിളികളെ നേരിട്ട് സിനിമാ രംഗത്ത് ഇന്ത്യതായ ഒരു സ്ഥാനം നേടിയ വ്യക്തി എന്ന നിലയിലും അവർ ഓർമ്മിക്കപ്പെടുന്നു. സ്മിതയുടെ ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച കാര്യം എന്താണ്? ഇതിലൂടെ അറിയിക്കൂ. ഇത്തരത്തിലുള്ള സിനിമാ താരങ്ങളുടെ ജീവിതകഥകളും സീരിയൽ വിശേഷങ്ങളും കാണാൻ മല്ലു ഇൻസൈഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.